ആകാശത്ത് വെച്ച് രണ്ട് പൈലറ്റുകൾ ഒരു ബെറ്റ് വെക്കുക. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയിൻ ഓട്ടിക്കുന്ന പൈലറ്റ് പറയാണ്, കണ്ണടച്ചുകൊണ്ട് കണ്ണ് കാണാതെ എനിക്ക് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടി നാളെ പറഞ്ഞു, ഓ അങ്ങനെയാണെങ്കിൽ നീ ലാൻഡ് ചെയ്താൽ നിനക്ക് ഇത്ര ക്യാഷ് തരാം. പുള്ളിക്കാരൻ പറഞ്ഞു, ലാൻഡ് ചെയ്താൽ ക്യാഷ് തരണം, ഇല്ലെങ്കിൽ ക്യാഷ് ഞാൻ തിരിച്ചു നിനക്ക് തരുമെന്ന്. ആ പ്ലെയിൻ നിറയെ യാത്രക്കാരുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. എന്നിട്ടാണ് ഈ വട്ടന്മാർ ഈ ഭ്രാന്ത് കാണിക്കാൻ പോകുന്നത്. ഏകദേശം എയർപോർട്ടൊക്കെ അടുക്കാറായപ്പോഴത്തേക്കും ഈ ഭ്രാന്തന്മാർ ചെയ്യുന്നതെന്ന് പറയും, ഈ കോക്പിറ്റിന്റെ ഗ്ലാസ് എല്ലാം ഒരു കട്ടം വെച്ചങ്ങ് മൂടി, എന്നിട്ട് പതുക്കെ റഡാറൊക്കെ വെച്ചിട്ട് ഒരു ഉദ്ദേശമൊക്കെ വെച്ചിട്ട് ഈ പ്ലെയിൻ പതുക്കെ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന വേഗതയേക്കാൾ വളരെ വേഗത്തിലാണ് ഈ പ്ലെയിൻ ലാൻഡ് സ്ട്രിപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട എയർ ട്രാഫിക് കൺട്രോളേഴ്സ് വിളിച്ച് പറയുന്നുണ്ട്, ഇത് ഭയങ്കര വേഗത്തിലാണ് വരുന്നത്, ഇതിപ്പോൾ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഈ ലാൻഡിങ് അബൻഡൻ ചെയ്ത് പിന്നീട് ഒരിക്കൽ ലാൻഡ് ചെയ്യണമെന്ന് അവർ വാൺ ചെയ്തിട്ടും ഇതൊന്നും അവന്മാർ കേൾക്കുന്നില്ല. കാരണം അവന്മാരുടെ മനസ്സിൽ ഇപ്പോഴാ ബെറ്റ് മാത്രം. അങ്ങനെ അതേ സ്പീഡിൽ വന്നിട്ട് ഈ പ്ലെയിൻ അങ്ങോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോൺടാക്ട് ആയപ്പോൾ തന്നെ ഈ പ്ലെയിൻ ഫ്ലിപ്പായിട്ട് തലകീഴായി മറിഞ്ഞ് ഒരു സ്ഫോടനമൊക്കെ സംഭവിച്ച് തീ കത്തി അതിലുണ്ടായിരുന്ന 90 യാത്രക്കാരിൽ 70 യാത്രക്കാരും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയ പൈലറ്റ് മാത്രം രക്ഷപ്പെട്ടു. പിന്നീട് അയാളെ പോലീസൊക്കെ പിടിച്ച് തടവിലൊക്കെ ആക്കിയെങ്കിലും 6 വർഷത്തിന് ശേഷം അയാളെ വെറുതെ വിട്ടു. 6 വർഷത്തിന് ശേഷം ഇത്ര ആൾക്കാരെ ഈ മണ്ടത്തരം കാണിച്ച് കൊന്നിട്ട് വെറും 6 വർഷം മാത്രമാണ് അയാൾക്ക് ശിക്ഷ കൊടുത്തത്. നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ തള്ളിവിട്ട കഥയായിരിക്കുന്നു. പക്ഷേ 1986 റഷ്യയിൽ നടന്ന സംഭവമാണ്. ശരിക്കും പറയാൻ നമ്മുടെ ജീവനൊക്കെ എന്ത് ഗ്യാരണ്ടി അല്ല ഉള്ളത്. ഏതെങ്കിലും ഒരു വട്ടൻ ഇതുപോണക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും ജീവിതം.